ജീവിക്കാൻ ഞാനാകുന്ന പ്രോഡക്റ്റ്. എനിക്ക് ഒരാത്മാവുണ്ട്, ഈ ഭൂമി കഴിഞ്ഞ് അതിന് സ്വർഗത്തിൽ എങ്ങനെ എത്താം. ഇത്രയും കാര്യങ്ങൾ പറയുന്ന മനുഷ്യന്റെ മാനുഫാക്ചറേഴ്സ് മാനുവലാണിത്. അതിൽ നിന്നാണ് വായിക്കാൻ പോകുന്നത്. ഇതിനകത്ത് 2 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തെക്കുറിച്ച് ഇതിനകത്ത് 2 പേജിലേ ഉള്ളൂ സ്വർഗ വിവരണങ്ങൾ. ബാക്കി മുഴുവൻ ഭൂമിയിലെ കാര്യങ്ങളാണ്. ദൈവത്തെക്കുറിച്ചും ഇതിനകത്ത് വളരെ പെർസെൻറ്റേജ് കുറവാണ്. മനുഷ്യർ തമ്മിലുള്ള ഇടപാട്, ഒരു ഭർത്താവ് എങ്ങനെയാകണം, ഒരു ഭാര്യ എങ്ങനെയാകണം, ഒരു പൗരൻ എങ്ങനെയാകണം, ഒരു അയൽവാസി എങ്ങനെയാകണം, എങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും വീട്ടിലും സമൂഹത്തിലും ദൈവഭരണം കൊണ്ടുവരാം, സമാധാനം കൊണ്ടുവരാം. അതുകൊണ്ട് ഈ പുസ്തകം ഒരു മതഗ്രന്ഥമായിട്ട് ആരും കാണാതെ ഇപ്പോൾ ഇന്നലെ ABC മലയാളം എന്ന് പറയുന്ന ലോക്കൽ ചാനൽ, അതൊരു സ്പിരിച്വൽ ചാനലല്ല, ഒരു വിശ്വാസികളല്ല അത് ഇറക്കുന്നത്. ഇസ്രായേലിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് ബൈബിളിലെ വചനങ്ങൾ ഉദ്ധരിച്ച് ഗാസ നിർജ്ജനമാകും, യഹൂദനെ ഒടുവിൽ ഭാരമുള്ള കല്ലാക്കി വെക്കും, ഇതെല്ലാം അവർ ബൈബിളിൽ നിന്ന് കണ്ടെത്തി പറയുന്ന ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. ലോകത്ത് കാണുന്ന എല്ലാ കാര്യങ്ങളും, ഡേ ടു ഡേ സംഭവങ്ങളെല്ലാം ഈ പുസ്തകം അനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിയുടെ പുസ്തകം എന്ന മുൻവിധിയോടെ കാണാതെ എന്നെ കേൾക്കുന്നവർ കത്തോലിക്കരായാലും യാക്കോബക്കാരായാലും മർത്തോമക്കാരായാലും ബന്ധിക്കോസരായാലും വെല്ലിബീസ്റ്റുകാരായാലും ഹിന്ദുവായാലും മുസൽമാനായാലും എല്ലാവർക്കും വേണ്ടി ഈ പുസ്തകം നമ്മളെ ആരെയും മതം മാറ്റുന്നതല്ല,